ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയാര. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചിക്കി വറുക്കുന്നതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യുന്ന സിമ്പിളാണ്. ഇതിന് വേണ്ടത് സവാള കുരുകുരുന്ന് അരിഞ്ഞത്, പച്ചമുളക് കുരുകുരുന്ന് അരിഞ്ഞത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മുട്ട ഓംലേറ്റിന് നമ്മൾ മുട്ട ഓംലേറ്റ് വേണമല്ലോ, അതെന്തായാലും എടുക്കാൻ മറക്കരുത്. ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 മുട്ടയാണ്. നമുക്കിനി പാൻ എടുത്ത് അടുപ്പത്തിൽ വെച്ച് ചൂടാക്കാം. പാൻ വയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൈ തട്ടി വീഴാത്ത രീതിയിൽ വേണം പാൻ വെക്കാൻ. കാരണം തിളച്ചിരിക്കുന്ന, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൈ തട്ടിയാൽ തിളച്ചിരിക്കുന്ന സാധനം നമ്മുടെ മേത്തേക്ക് ഇരിക്കും, നമ്മുടെ മേല് കൊള്ളും. ഇതിലേക്ക് നമ്മളിനി തിളച്ചിരിക്കുന്ന പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം, ഒന്ന് വറുത്തെടുക്കാം. നമ്മളിനി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി മതി, ഒരു കളറിനാണ് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് എടുക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മൾ മുട്ടേനെ നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ആ കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്യാം. കുരുമുളക് പൊടി നമ്മൾ ജസ്റ്റ് ഒരു ടേസ്റ്റിനും ഒരു ചെറിയൊരു എരിവിനുമായിട്ടാണ്. കാരണം നമ്മൾ ചിക്കി വറുക്കുമ്പോൾ എന്നെപ്പോലുള്ള പിള്ളേരാണെങ്കിൽ ഞങ്ങൾ മുട്ടയിലും പച്ചമുളകൊക്കെ മാറ്റി വയ്ക്കും. കുരുമുളക് പൊടി നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒബ്വിയസ്ലി അത് കഴിക്കും. എരിവിനൊക്കെ ആയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സവാളയും പച്ചമുളകും നമ്മളൊന്ന് പരത്തി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ മീതയിലേക്കാണ് നമ്മൾ നമ്മുടെ മുട്ട ഒഴിക്കുന്നത്. നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ മീതയിൽ കൂടെ ഒഴിക്കുകയാണ്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ഒഴിച്ചു വെക്കണം. നമ്മളിപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ചെറുതായിട്ട് മണമൊക്കെ വന്നു തുടങ്ങി. മുട്ടേൻ്റെയും ആ സവാളേൻ്റെ കുരുമുളക് പൊടിൻ്റെ ഒക്കെ ചെറുതായിട്ട് മണമൊക്കെ വന്നു തുടങ്ങി. നമ്മളിനിയിപ്പോൾ ഇതൊന്ന് മാറ്റി ഇനി നമ്മൾ ചിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാൻ പോവാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വാല്യൂ ഉള്ളതാണ്. ഞങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറക്കരുത്. എങ്ങനെയുണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കുകയാണ്. നമ്മളിപ്പോൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇടുന്നില്ല, കാരണം മുട്ട ചിലപ്പോൾ കരിഞ്ഞുന്നിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ട ചിക്കി വറുത്തത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഒരു പാത്രത്തിലേക്കിട്ട് സെർവ് ചെയ്യാൻ പോവാണ്. നമുക്കിത് തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു മണം നല്ല രസമായിട്ടുണ്ട്. പിന്നെ ചൂടായതുകൊണ്ടാണ് നേരെ എടുത്ത് വായിലേക്ക് വെക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വായിലേക്ക് വെച്ചാൽ നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്, ചിക്കി വറുത്ത് റെഡി ആയിട്ടുണ്ട്. സീ യു സൂൺ, ബൈ.